സോ അപ്പോൾ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ വീഡിയോയിൽ എന്താ പറയുക, ക്രാഫ്റ്റിൻ്റെ വീഡിയോ ഒന്നുമല്ല, ഒരു ഗെയിമിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഗ്രാനി ചാപ്റ്റർ 1 കളിക്കുന്നത്. ഞാനിത് ജയിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കളിക്കാൻ തുടങ്ങിയത്, പക്ഷേ ഞാൻ ജയിച്ചിട്ടില്ല. ഇനി കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടൊരു ജയിച്ചൊരു വീഡിയോ ഇടാവേ. അപ്പം പിന്നില്ലേ എന്താ പറയുക, ഞാൻ കുറച്ച് അധികം എഫേർട്ട് ഇട്ടിട്ടാണ് ഈ വീഡിയോ ഒക്കെ ഇടുന്നത്. കാരണം ഞാൻ എന്താ പറയുക, ഇതിലൊരു പ്രാവശ്യം ഗ്രാനിയുടെ അടുത്തല്ല, സ്പൈഡറുടെ അടുത്ത് നിന്ന് അടി മേടിച്ചപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് നിന്ന് ഫോൺ തെറിച്ചു പോയി. പേടിച്ചിട്ട് എന്താ പറയുക, തെറിച്ചു പോയി. അപ്പം ചെറുതായിട്ടൊരു സ്ക്രാച്ച് വന്നു ഫോണിൽ. സോ അതൊക്കെ ഏറ്റിട്ടാണ് ഞാൻ എന്താ പറയുക ഈ വീഡിയോസൊക്കെ ഇട്ടത്. അപ്പോൾ കുറച്ച് എല്ലാവരും അങ്ങനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം ഞാനൊരു ട്രിക്ക് പറഞ്ഞു തരാം കേട്ടോ. എന്താ ട്രിക്ക് എന്ന് വെച്ചാൽ, ഈ റൂമിലുള്ള വെസലിൽ നിന്ന് ജഗ് ഉണ്ടാവുമല്ലോ, അതെടുക്കുക. എന്നിട്ട് അതെടുത്തിട്ട് താഴെ ഇങ്ങനെ ഇടുക. എന്നിട്ട് നമ്മൾ എന്താ പറയുക, ബെഡിൻ്റെ അടിയിലോട്ട് ഇരിക്കുക. അപ്പോൾ നമ്മൾ ഗ്രാനി വരുമ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ഫോൺ നല്ല സ്റ്റക്കാണെങ്കിൽ, എന്താ പറയുക, പതുക്കെ സ്ലോ ആയിട്ട് ആവണ ഫോണാണെങ്കിൽ ഇത് നിങ്ങൾ ട്രൈ ചെയ്യണ്ട. കാരണം ഇത് നമുക്ക് വേഗം ചെയ്യണം, അല്ലെങ്കിൽ ഈ ഗ്രാനി എന്തായാലും നമ്മൾ അടിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഗ്രാനി എന്താ പറയുക, ഒരു ഇതിൽ തന്നെ സ്റ്റക്കായിട്ടുണ്ടാവും. ആ ഗ്രാനി നടക്കണം മാത്രമേ ഉള്ളൂ, ഞങ്ങളൊന്നും പിടിക്കാൻ വരത്തില്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഞാനിത് കളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എന്താ പറയുക, ഞാൻ ജയിക്കുന്നൊക്കെ വിചാരിച്ചിട്ട് കളിച്ചത്. അതേപോലെ എനിക്ക് നടന്നു, കുറേ സാധനങ്ങൾ വേഗം കിട്ടി കാറിൻ്റെ. ഇനി ഗ്യാസോലിന് കിട്ടില്ല എനിക്ക്. കാരണം എന്താണ് മറ്റേ സ്ഥലത്തായി പോയി, മറ്റേ ഹാമറൊക്കെ വെച്ച സ്ഥലമില്ലേ, ആ പലക വെച്ചിട്ട് നടക്കുന്ന സ്ഥലം, ആ സ്ഥലത്താണ്. പക്ഷെ എനിക്ക് ഹാമർ കിട്ടിയില്ല. അപ്പോഴത്തേക്കും ഞാൻ എന്താ പറയുക, മറ്റേ സ്പെഷ്യൽ കീ കിട്ടി. അത് ഞാൻ വെച്ചിട്ട് എന്താ പറയുക, ഞാൻ ഇതിൽ നിന്ന് ആ സ്പൈഡർ ഒന്ന് എന്നെ കടിച്ചു. അപ്പോൾ ഞാൻ പടാന്ന് ചത്തുപോയി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വരാം. അപ്പോൾ നമുക്ക് വ്രഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തോട്ട് പോകാം. ഇനി നമുക്ക് പേടിയൊന്നും വേണ്ട, ഗ്രാനിയൊന്നും അങ്ങ് വരത്തില്ല. നമുക്കിവിടെ തന്നെ അങ്ങ് എന്താ പറയുക, ഈ വ്രഞ്ച് ഇട്ടേക്കാം. ഈ കാർക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക്. കാർക്ക് എടുത്തിട്ട് എന്താ പറയുക, അവിടെ ഇടാം. ഇനി നമുക്ക് എന്താ പറയുക, കിച്ചണിലൊക്കെ പോയി നോക്കാം. കാരണം കിച്ചണിൽ ഗ്രാനി കുറേ സാധനങ്ങൾ എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ വാട്ടർമെലൺ കിട്ടിയടാ. വാട്ടർമെലൻ്റെ അകത്ത് കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വല്ല ഏതെങ്കിലും മറ്റേ പാഡ്ലോക്കിയോ മാസ്റ്റർ കീയോ വല്ല വെച്ചിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. നമുക്കൊന്ന് മുറിച്ച് നോക്കാവേ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കിച്ചണ് മൊത്തം സെർച്ച് ചെയ്തിട്ട് വാ. ഇനി വന്നിട്ടൊക്കെ ആരാ സെർച്ച് ചെയ്യണം. അപ്പോൾ നമുക്കിപ്പോൾ എന്താ പറയുക, ഈ ജനലോട്ട് ചാടിപ്പോവാം. അപ്പോൾ നമുക്ക് എന്താണ് ഇതൊന്ന് മുറിച്ച് നോക്കാം എന്തായിട്ടാണ്. എനിക്ക് തോന്നുന്നു ആ കീ കിട്ടുള്ളൂ, വേറെ ഒന്നും കിട്ടില്ല. ഇതെന്ത് കീയാണ്? മാസ്റ്റർ കീ ആണല്ലേ. ഞാൻ വിചാരിച്ച് പാഡ്ലോക്ക് കീ കിട്ടിയെങ്കിൽ നമുക്ക് എന്താ പറയുക ജയിച്ചിട്ട് പോകാമായിരുന്നു. പക്ഷേ കിട്ടിയില്ലടാ. പിന്നെ നമുക്ക് എന്താണ് ഈ കീ എന്തിനാന്ന് വെച്ചാൽ, ഈ ഡോർ എസ്കേപ്പ് ഇല്ലേ, അതിനാണ് ഉപയോഗിക്കുന്നത് ഈ കീയൊക്കെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനിത് ഈ ഗ്രാനി എന്താ പറയുക ജയിച്ചിട്ടില്ല. ഇനി വേറെ വീഡിയോയിലൊക്കെ ഞാൻ ജയിച്ചിട്ടൊരു വീഡിയോ ഇടാവേ. ജയിക്കാണ്ട് വീഡിയോ ഇട്ടതിന് സോറി കേട്ടോ. കാരണം എല്ലാവരും ജയിച്ചിട്ട് ഒരു വീഡിയോ ഒക്കെയാണ് ഇടുന്നത്, പക്ഷെ ഞാൻ മാത്രമാണ് എന്താ പറയുക ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഈ സ്പാർക്കിളൊക്കെ എടുത്ത് കൊണ്ടുപോയി വെക്കാവേ. പിന്നെ ഞാൻ ഇപ്പോഴൊക്കെയാണ് ഈ ഗെയിമൊക്കെ കളിച്ചു തുടങ്ങിയത്. നിങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഇത്. അതേപോലെ ഞാൻ ചെയ്യാം, ക്രാഫ്റ്റിൻ്റെ വീഡിയോസോ അങ്ങനെ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾ പറയുന്ന പോലെയൊക്കെ ചെയ്യാവേ. അപ്പോൾ നമുക്ക് എന്താ പറയുക, വ്രഞ്ച് കൊണ്ടുപോയി ഇവിടെ വെക്കാം. പക്ഷേ വ്രഞ്ചിന് മുമ്പ് മറ്റേ എൻജിൻ പാട്ട് വേണ്ടേ, അപ്പോഴല്ലേ. എൻജിൻ പാട്ട് എവിടെയായിരിക്കുമോ ആർക്കറിയാം. നമുക്കിനി തപ്പാം.
ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് എന്താണ് കാർ കീ എടുത്തിട്ട് കാർ കീ ഇവിടെ ഇട്ടിട്ട് പോവാം. പിന്നെ വേറെ എന്തായിരുന്നു, എന്തോ ഒരു സാധനം എടുക്കാനുണ്ടല്ലോ. ഈ ബാറ്ററി. ഇനി ബാറ്ററി കൊണ്ട് നമുക്ക് കാറിൻ്റെ ഫിറ്റ് ചെയ്യാം. എനിക്ക് ഈ ഗെയിമിൽ കിട്ടാത്ത സാധനം ഗ്യാസോലിനും പാഡ്ലോക്ക് കീയാണ്. പാഡ്ലോക്ക് കീ എനിക്ക് എപ്പോഴും കിട്ടാറില്ല. ഗ്യാസോലിന് ഞാനൊരു പ്രാവശ്യം എന്താ പറയുക, ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങണ മുമ്പ് ഞാൻ ഗ്രാനി 2 കളിച്ചപ്പോൾ എനിക്ക് എല്ലാ സാധനവും കിട്ടി. പക്ഷേ പാഡ്ലോക്ക് കീ മാത്രം കിട്ടിയില്ല. ബാക്കി എല്ലാം കിട്ടി. ഞാൻ മറ്റേ ബോട്ട് എസ്കേപ്പിലാണ് ഞാൻ ജയിക്കാൻ പോയ സമയത്ത് എന്താണ് ലാസ്റ്റ് കിട്ടി പാഡ്ലോക്ക്. എന്നിട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും അത് ലാസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോഴത്തേക്കും ഗ്രാനീനെ കൊന്നിടാം. അതുകൊണ്ട് ഞാൻ ഔട്ടായി കളഞ്ഞു. അതുകൊണ്ട് എനിക്ക് കളിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിൽ ഞാൻ കളിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് ഈ വെപ്പൺ കീ കൊണ്ടുപോയിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അതിൽ മറ്റേ സൂചിയൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെയാണ് ഒരു വെപ്പൺ. അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ മറ്റേ സ്ഥലത്ത് അടിച്ചിട്ട് എന്താ പറയുക ഇത് വെക്കാം. പിന്നെ ഇല്ലേ, ഞാനിപ്പോൾ എന്താ എടുക്കണമെന്ന് വെച്ചാൽ മറ്റേ ഗ്രാനിയുടെ പെയിൻറ്റിങ്സ് എടുത്ത് വെച്ചാൽ ഒരു എന്താ പറയുക ഒരു ക്ലൂ ഒക്കെ കിട്ടും എന്ന് പറഞ്ഞ് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കളിച്ചപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് വന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്തപ്പോൾ ഒരു പേപ്പർ കാണുന്നില്ല. അപ്പോൾ അതും കൂടി വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ക്ലൂ കിട്ടും. അപ്പോൾ അതും കൂടി തപ്പാം നമുക്ക്. അപ്പോൾ നമുക്കിനി എന്താ പറയുക പൊക്കത്തോട്ട് പോവാം. അപ്പോൾ എന്താ പറയുക, ഗ്രാനി അവിടെ ഇപ്പോഴും കാലും കൈയും ആട്ടിക്കൊണ്ടിരിക്കുള്ളൂ. അത് നടക്കണ മാത്രമേ ഉള്ളൂ. അതേ ഇവിടെ ഒരു പെയിൻറ്റിങ് ഉണ്ട്. പക്ഷേ എല്ലാം കൂടി വെച്ചപ്പോൾ ഒരു പെയിൻറ്റും കൂടി മിസ്സാണ്. നമുക്ക് ഇവിടെ നിന്ന് ചാടിയാലോ? എന്തെങ്കിലും പറ്റുമോ? ഒന്നും പറ്റിയില്ല. ഭാഗ്യം. ഇനി നമുക്ക് ഈ പെയിൻറ്റിങ് കൂടി കൊണ്ടുപോയി എടുത്ത് വെക്കാം. അപ്പോൾ ഇനി ഒരു പെയിൻറ്റിങ് കൂടെ മിസ്സാവണേണ്. അതും കൂടി കിട്ടിയതിന് ചിലപ്പോൾ ക്ലൂ ഒക്കെ കിട്ടിയേനെ. പക്ഷേ ആ പെയിൻറ്റിങ് കാണുന്നില്ലടാ. എന്ത് കഷ്ടമാണെന്ന്. ഇനി നമുക്ക് ഈ വെപ്പൺ കീ എടുത്തിട്ട് വെപ്പൺ എടുക്കാം. മറ്റേ സൂചി അതൊക്കെ അങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ ഇവിടെ സ്ഥലമെത്തി. ഇവിടെ നിന്നുണ്ടാകും നോക്കാം നമുക്ക്. ഈ ഗ്രാനി എന്താ എല്ലാ സ്ഥലത്തും കുറേ സാധനങ്ങൾ വെക്കുന്ന വെച്ചിട്ടാണ് ഞാൻ ഇത് കളിക്കാനൊക്കെ തുടങ്ങിയത്. പക്ഷെ ഒന്നും വെച്ചിട്ടില്ലല്ലോ. നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് പോയി നോക്കാം. ഇതിൻ്റെ അകത്ത് ഒന്നും വെക്കാൻ സാധ്യതയില്ല. പറഞ്ഞില്ലേ ഇതേടാ വിഞ്ച് ഹാൻഡിൽ. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലേ? സൈഡിലൊക്കെ കൊണ്ടുപോയിട്ടാണ് ഈ ഗ്രാനിയൊക്കെ വെക്കുന്നത്. ഇനി നമുക്ക് എന്താ പറയുക ഈ വിഞ്ച് ഹാൻഡിൽ കൊണ്ട് താഴെ ഇടാം. എന്നിട്ട് എന്താ പറയുക നമുക്ക് പിന്നെയും പോയിട്ട് ഈ വെപ്പൺ കീ വെപ്പൺ എടുത്തിട്ട് വരാം. ഇനി ഈ വെപ്പൺ കൊണ്ട് എന്താ ഇതെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക വെപ്പൺ നമുക്ക് ഒരു സൂചിയും ഇതുണ്ടാവില്ലേ, അതെടുത്തിട്ട് നമുക്ക് അവിടെ ഒരു സ്ക്രൂ വെച്ചിട്ട് എന്തൊക്കെ കിട്ടും. അപ്പോൾ അത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രൂ ആവശ്യമുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് സ്ക്രൂ ആവശ്യമുള്ളത് നമുക്ക്, സ്ക്രൂ ഡ്രൈവർ. അപ്പം കറക്റ്റ് ഷൂട്ടടാ ഷോട്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താ പറയുക നമുക്കിനി ഇവിടെ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് നമുക്ക് എന്താ പറയുക ആ സ്ക്രൂ ഉണ്ടാവില്ലേ, ഇതുപോയി ഊരി നോക്കാം എന്താ കിട്ടണമെന്ന്. എനിക്ക് തോന്നുന്നു ഇവിടെയും വല്ല കീയൊക്കെ കിട്ടുള്ളൂ എന്ന്. കാരണം കുറച്ച് കീയൊക്കെ മിസ്സിങ് ആണ്. സോ അത് കാരണം കീ തന്നെ കിട്ടുള്ളൂ എന്ന്. കീ തന്നെ കിട്ടി. സേഫ് കീ ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെയാണെന്ന് തോന്നുന്നത്. ഒന്ന് ഉപയോഗിച്ച് നോക്കാം നമുക്ക്. ഇവിടെ തന്നെ. ചെയിൻ കട്ടർ. പക്ഷേ ചെയിൻ കട്ടർ പൊക്കത്തും ഉപയോഗിക്കാം, താഴെ ഉപയോഗിക്കാം.
പക്ഷേ പൊക്കത്ത് പോകണമെങ്കിൽ ഹാമർ വേണം. പക്ഷേ ഹാമർ നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. അപ്പം ഇങ്ങനെ നമ്മൾ പൊക്കത്ത് പോവും, അല്ലെങ്കിൽ തലയും കുത്തി താഴെ വീഴുള്ളൂ. അപ്പം അടുത്തത് നമുക്ക് പൊക്കത്തോട്ട് കൊണ്ടുപോവാം. ഇനി നമുക്ക് എന്താണ് ഈ വിഞ്ച് ഹാൻഡിൽ കൊണ്ടുപോയിട്ട് ആ കിണറിൽ ഫിറ്റ് ചെയ്തിട്ട് എന്താ കിട്ടണമെന്ന് നോക്കാവേ. വില നല്ല സാധനങ്ങൾ കിട്ടിയാൽ മതിയായിരുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നു ഹാമർ വല്ല കിട്ടുമെന്നാണ്. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കളിച്ചപ്പോൾ ഹാമറാണ് കിട്ടിയത്. അതിന് മുമ്പത്തെ പ്രാവശ്യം കളിച്ചപ്പോൾ ഹാമറാണ് കിട്ടിയത്. ഇപ്പം എന്താ കിട്ടണമെന്ന് നോക്കാം. എന്താ കിട്ടണേ ഒന്ന് വേഗം വാ. അതെന്താ വന്നിട്ടില്ല എന്തോ വന്നവരുണ്ടായിരുന്നു. ഇത് എൻജിൻ പാട്ടല്ലേ? ഞാൻ വിചാരിച്ച ഹാമർക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് പൊക്കത്ത് പോകാമെന്ന് വിചാരിച്ചു. കുഴപ്പമില്ല, ഇത് വെച്ചിട്ട് നമുക്ക് എന്താ പറയുക, കാറിന് ആവശ്യപ്പെടുന്ന സാധനമാണ്. അപ്പം ഇതെന്തായാലും ആവശ്യപ്പെടില്ല. ഭാഗ്യം ഇതെങ്കിലും കിട്ടിയത്. ഇനി നമുക്ക് എന്താണ് ഇവിടെ ചിലപ്പോൾ ഗ്യാസോലിനൊക്കെ വെക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് പോയി നോക്കാവേ. ഇല്ലടാ, ഇവിടെ ഉണ്ടാ? ഇവിടെ മറ്റേ സ്പെഷ്യൽ കീ അല്ലേ? സ്പെഷ്യൽ കീ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അത് തന്നെ തോന്നുന്നു. ഇനി നമുക്ക് എന്താ പറയുക, താഴത്തോട്ട് പോയിട്ട് മറ്റേ എൻജിൻ പാർട്ട് വിറ്റിട്ട് വരാം. ഇനി വ്രഞ്ചല്ലേ വേണ്ട? അതെ. എന്താ എടുക്കാൻ പറ്റാത്ത? എടി ഒന്ന് വാ. വാ എടാ, ഇത് കഷ്ടമായി പോയല്ല. വാ എടേ, ഇതിപ്പോൾ എനിക്ക് എപ്പോഴും കളിക്കുമ്പോൾ ഇങ്ങനെയാണ്. ഇടയ്ക്കിടയ്ക്ക് മറ്റേ സൂചി ഉരുണ്ട് പോയിക്കൊണ്ടിരിക്കും. ആ സമയം നോക്കി ഗ്രാനി ഇങ്ങോട്ട് വരും. അപ്പോഴത്തേക്കും ഞാൻ ഗ്രാനിനെ അടിക്കും. അപ്പം ഞാൻ കഥം. അതേപോലെയാണ് ഈ പ്രാവശ്യം ഇങ്ങനെ നടന്നത്. പക്ഷേ ഗ്രാനി നമ്മളതിൽ ഗ്രാനീനെ സ്റ്റക്കായിപ്പിച്ചത്. അപ്പോൾ ഇനി ഗ്രാനി വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, ഇനി സ്പാർക്ക് പ്ലഗ് അങ്ങോട്ട് എന്താ ഇടാം. ഇനി ഇവിടെ ഒന്നും ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ആവശ്യമുള്ള ഗ്യാസോലിനും പാഡ്ലോക്ക് ചെയ്യണം. അതെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് എസ്കേപ്പ് ആകും. നമുക്കിവിടെ എന്താ പറയുക, ഈ കാർ കീ ഇട്ടിട്ട് പോകാം. അതാ നല്ലത്. ഇനി നമുക്ക് പൊക്കത്തോട്ട് പോവാം. പൊക്കത്തോട്ട് പോവാം. ഇനി ഈ വഴിയിൽ പോയി നോക്കാം എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ. ഇവിടെ അല്ലേ നമ്മൾ കുറച്ചൊരു മുമ്പ് നോക്കിയത്? ഇതന്നെ. അതാണ് ഞാൻ അവിടെ അറിയാണ്ട് പോയെന്ന് തോന്നുന്നത്. ഞാൻ പൊക്കത്തോട്ട് പോകണമെന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത്, ഞാനവിടെ മറ്റേ സാധനം എടുക്കാനാണ് പോയത്. അപ്പോഴെനിക്ക് അവിടെ കണ്ടപ്പോൾ, ആ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് തോന്നി നമ്മൾ ഇവിടെ എന്തിനാണ് വന്നതെന്നൊക്കെ ഓർമ്മ. എനിക്ക് അങ്ങനെയാണ്, ഇടയ്ക്കിടയ്ക്കൊക്കെ മറന്നു പോകും. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ ബുക്ക് കൊണ്ടുപോയിട്ട് എന്താ പറയുക, ആ ഗ്രാനിയുടെ ചേച്ചിയാണോ അനിയത്തിയാണോ എന്നറിയില്ല, കണ്ടിട്ട് ചേച്ചീനെ പോലെ തോന്നുന്നു. കാരണം ഇതിന് നല്ല ഏജുണ്ട്. ഗ്രാനീനാകെ കുറച്ച് മൂത്തെന്ന് തോന്നുന്നു, ഗ്രാനീന് ഇളയതാന്ന് തോന്നുന്നു. ഓക്കെ, ബുക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി ഗ്രാനി ഈ കിഴവി എപ്പോൾ വരും എന്നറിയില്ല. ആ മുമ്മ എപ്പോഴാണ് തരണം നമുക്ക്? അത് കുറച്ച് നേരമാകും. കുറേ അധികം നേരമാകും. ഇനി നമുക്ക് ഈ വഴിയിലോട്ട് പോയി നോക്കാവേ. ഇവിടെ വല്ല നല്ല സാധനം കിട്ടിയാൽ മതി. നമുക്ക് കിട്ടേണ്ട രണ്ട് സാധനം. അതെങ്കിലും ഇവർ തരുന്നുണ്ടോ? ഈ ഗ്രാനി എവിടെയൊക്കെ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഒളിപ്പിക്കുന്നില്ല. എന്ത് കഷ്ടമാണല്ലേ. ഓക്കെ, അയ്യോ, അതെന്ത് കുന്ത്രാണ്ടെന്ന് നോക്കണം മുമ്പ് തന്നെ ആ കാക്ക കടിക്കുന്നുണ്ടല്ല. ബെസ്റ്റ്. ഇനി നമുക്ക് ആ സാധനം എടുക്കാൻ പറ്റുന്നില്ല. മറ്റേ ബേർഡിൻ്റെ സീഡ് വേണം.
അതെവിടെ പോയി തപ്പാനാണോ? ഇവിടെ എന്താ 2 എഴുതി വെച്ചേക്കണം. എനിക്ക് തോന്നുന്നേ മറ്റേ സ്പൈഡറിൻ്റെ കീ കിട്ടിയിട്ട് നമ്മൾ താഴോട്ട് പോവല്ലോ, അവിടെ പോകുമ്പോൾ എന്താ പറയുക, മറ്റേ 2 പെട്ടി ഉണ്ടാവും. അതിൽ 1, 2 എന്നിട്ടുണ്ടാവും. ഒന്നിൽ എന്താണ് ഇതുണ്ടാവും, മറ്റേ എന്താ പറയുക, ബോംബെല്ലാം ഉണ്ടാവും. 2ാമത്തേൽ നീലക്ക സാധനം ഉണ്ടാവും. അതിനാണ് 2 അപ്പോൾ 2 നല്ലത്. നമുക്കിനി ആ കീ കിട്ടിയിട്ടുണ്ടാവില്ല. നമുക്കൊന്ന് പോയി നോക്കാവേ. ആദ്യം ഇത് താഴെ ഇട്ടിട്ട് വരാം നമുക്ക്. ഇത് ഈ റൂമിൻ്റെ അല്ലേ? ഈ റൂമിൻ്റെ തന്നെയാണ്. തുറന്ന് നോക്കാം നമുക്ക്. അയ്യേ, ഞാൻ വിചാരിച്ചു വേറെ നിലക്കെ കിട്ടുമെന്ന്. പക്ഷേ ഇതെന്തോ മറ്റേ എന്താ പറയുക, പെപ്പർ സ്പ്രേ കിട്ടിയേക്കണം. ഇതൊക്കെ നമുക്ക് ആവശ്യമില്ല, വെറുതെ നിന്ന് ഇതൊക്കെ കിട്ടുന്ന. നമുക്ക് വേണ്ട 2 സാധനങ്ങൾ കിട്ടിയാൽ നമ്മൾ എസ്കേപ്പായിട്ട് പോകും. അതിനേരെ ഇവിടെ വേറെ എന്തൊക്കെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്, നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ മാസ്റ്റർ കീ മറ്റേ ഡോർ എസ്കേപ്പിനെ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് എന്താ പറയുക, പൊക്കത്തോട്ട് പോയി നോക്കാം. ഈ ഹാമർ വേണമെന്ന്, പക്ഷെ എനിക്ക് ഹാമർ കിട്ടില്ല. ഇത് പൊട്ടിച്ച് കളയാം. ഹാമർ എവിടെ കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ഒന്ന് ഇവിടെ പോയി നോക്കാം. നമുക്കിനി എന്താ വേണ്ടത്, മറ്റേ ഹാമറാണ് വേണ്ടത്. പക്ഷേ ഇവിടെ സ്പൈഡർ കീ എന്താ പറയുക, 3 ഇട്ടിട്ട് പോയല്ലേ. ഇനി ആ സ്പൈഡർ കീ എടുത്തിട്ട് അങ്ങോട്ട് പോയാൽ ഒരു ആശ്വാസം ഉണ്ടാവും. പക്ഷേ ഒരു പേടിയുണ്ട് കേട്ടോ. കാരണം എന്താ പറയുക, അവിടെ പോയി കഴിഞ്ഞാൽ ആ സ്പൈഡർ നമ്മൾ കഴിക്കാം. ഞാൻ വേറെ ഒരു പ്രാവശ്യം കളിച്ചപ്പോൾ മറ്റേ സൂചിയില്ലേ, അത് വെച്ചിട്ട് ഞാൻ ഇതിനെ കൊല്ലാൻ നോക്കി. പക്ഷേ അത് ചത്തില്ല. അത് ഷോർട്ട് ഗൺ വെച്ചിട്ട് കൊല്ലാൻ നോക്കി, അത് ചത്തില്ല. വേറെ എന്ത് വെച്ചിട്ട് കൊന്നാലേ ചാവോ എന്നൊന്ന് പറയണേ. അറിയണവരൊന്ന് പറയണേ, ഇനി കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് എന്താണ് ഇവിടെ നിന്ന് പോയി നോക്കാം. അയ്യോ, ഇതെന്താണ് ഇതൊക്കെ കൊണ്ടുപോയി വേണ്ടേ? അയ്യോ, ഇപ്പം എന്താ പറ്റിയത്? ഇതെന്താണിത്? നമ്മളൊന്നും ചെയ്തിട്ടില്ല. അത് നിങ്ങൾ മാറ്റാൻ പോയപ്പോഴത്തേക്കും താഴെ വീണ് ചത്തേക്കണം. എന്താണ് ഇത്? ഓഫ്, അയ്യോ, ഡേറ്റ് പോയോ? കുഴപ്പമില്ല, ഗ്രാനിൻ്റെ അടുത്ത് നിന്നല്ലല്ലോ അടി മേടിച്ചത്. അത് മേടിച്ചിട്ട് എങ്ങാനും മേടിച്ചെങ്കിൽ അതിനെക്കാട്ടും സങ്കടം ഇരിക്കും നമ്മിങ്ങനെ മേടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി എല്ലാ സാധനം അവിടെ തന്നെ ഇരുന്നാൽ മതി. അല്ലാണ്ട് ചിലപ്പോൾ ഇങ്ങാണ്ട് പോയി കഴിഞ്ഞാൽ ചത്തു. ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഗ്രാനീനെ വിളിച്ചിട്ട് സ്റ്റക്കാക്കിപ്പിക്കണം. കാരണം ഔട്ടായി കഴിഞ്ഞാൽ പിന്നെയും ഗ്രാനി എന്താ പറയുക, ഗ്രാനി പിന്നെയും നോർമലായിട്ടുണ്ടാവും. ഗ്രാനി ഒന്ന് വാ വേഗം. ഒരു പ്രാവശ്യം കൂടി ഇട്ട് നോക്കാം. ഈ ഗ്രാനി എന്താ വരാത്തേ? ഗ്രാനി വന്നു വേഗം വാ. ഇനി ഇങ്ങനെ നമ്മൾ നിർത്താണ്ട് നോക്കിക്കൊണ്ടിരിക്കണം കുറച്ചേരെങ്കിലും. ഒരു 5 സെക്കൻഡ്സ് ഒരു 10 സെക്കൻഡ്സ് എങ്കിലും ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്കിവിടെ പഴയതുപോലെ തന്നെ ഉണ്ടാവും തോന്നുന്നു. ആ സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടായാൽ മതി. ഉണ്ട്, കുഴപ്പമില്ല, ഒന്നും പോയിട്ടില്ലല്ല. ഇനി നമുക്ക് എന്താ പറയുക, ഇവിടെയൊക്കെ പോയി നോക്കാം. എല്ലാം അടച്ച് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ, പക്ഷേ എല്ലാം പഴയ പോലെയാണ് ഉള്ളത്. ഇനി നമുക്ക് എന്താണ് ഇതെടുത്തിട്ട് നമുക്ക് പോവാം. അയ്യോ, ഇതെന്താണ് വരാത്ത? വാ. നമ്മൾ ഇനി എവിടെ പോകണമെന്ന് വെച്ചാൽ മറ്റേ പൊക്കത്ത് ആ സ്പൈഡറില്ലേ, ആ സ്പൈഡറിനെ കൊല്ലാൻ നോക്കണേന്ന്. അത് എങ്ങാനും വന്ന് ഞങ്ങളെ കടിച്ച ചത്തു മോനെ. അതുപോലെയാണ് എനിക്ക് ഒരു പ്രാവശ്യം നടന്നത്. ഈ പ്രാവശ്യം കൂടി നടന്ന കഥ. നമുക്ക് ശബ്ദം ഉണ്ടാക്കിയിട്ട്, ഇതൊന്നും വരാത്ത, നമുക്ക് ശബ്ദം ഉണ്ടാക്കിയിട്ട് അതിന് വരാൻ വെക്കാം. അയ്യോ, ഞാൻ 2 ഇട്ടല്ല. നമുക്ക് എടുക്കാം. വരല്ലേ, ഇപ്പോൾ ഒന്നും വരല്ലേ കേട്ടോ. ഞാനവിടെ എടുക്കണം മുമ്പ് വന്ന് കടിച്ചാലോ. എടെ വാ നീ വേഗം. അയ്യോ, ഇതെന്താ എടുക്കാൻ പറ്റാത്തത്? ആവശ്യമുള്ള സമയത്ത് ഇത് ഇങ്ങോട്ട് ഉരുണ്ടോണ്ടിരിക്കണല്ലോ. എടേ, അത് ഇങ്ങ് വരും, ഇങ്ങോട്ട് വാ നീ. എടുത്തില്ല.
വാ എടുത്ത് സമാധാനം. ഇനി നമുക്ക് വന്നൊരു കുഴപ്പമില്ല, നമ്മ അങ്ങോട്ട് പോയി നോക്കാം. അത് വരുന്നില്ല. അയ്യോ വേഗം വരല്ലേ. അയ്യോ ചത്തടാ. ശേ, ഞാൻ വിചാരിച്ചിങ്ങനെ നടക്കുള്ളൂ എന്നൊക്കെ. എന്ത് കഴിച്ചണം. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ. എനിക്ക് ഇത്രേ കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബൈ.